കാത്തിരിക്കുക, അത് വരും നിശ്ചയം. അപ്പോൾ എന്നോട് അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ അവസാനത്തെ റിസൾട്ട് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഒരുപക്ഷെ ഈ ഒരു വർഷം കൂടെ ആയിരിക്കും ദൈവത്തിന് പ്രവർത്തിപ്പായ സമയമുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു വർഷം കൂടെ ബ്രില്യൻ്റ് തന്നെ കോച്ചിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് വലിയ റാങ്ക് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ആദ്യമൊക്കെ വെച്ച് ഭാരപ്പെട്ടു. കാരണം ഒട്ടും റാങ്ക് ഇല്ല. അവിടുത്തെ റാങ്ക് വെച്ച് നോക്കുമ്പോൾ വളരെ പുറകിലൊക്കെ ആയി. എന്നാൽ അവിടെയും കർത്താവ് ഓരോ ദിവസവും കർത്താവ് എന്നെ പിടിച്ച് നടത്തുകയായിരുന്നു. അങ്ങനെ ഈ വർഷം എക്സാം എഴുതി. കർത്താവ് അത്ഭുതകരമായ വിജയം തന്നു. ഇതുവരെ ഞാൻ അവിടെ എക്സാമിന് എഴുതിയപ്പോഴും കിട്ടാത്ത അത്രയും മാർക്കാണ് എനിക്ക് ഫൈനൽ എക്സാമിന് വന്നത്. എനിക്ക് 793 റാങ്ക് ആയിരുന്നു. മാർക്ക് 855 960 നിന്ന്. 855 എടുത്ത് കളഞ്ഞു 960 നിന്ന്. പിന്നെ എത്ര പേര് എഴുതി മോളെ മൊത്തം? ഈ വർഷം 75,000 പേരോളം എഴുതി. അതിൽ മോക്ക് എത്രാമത്തെ? എനിക്ക് 793. നമുക്കറിയാമല്ലോ ഈ മെഡിസിന്റെ എൻട്രൻസ് പോകുന്ന പിള്ളേരെല്ലാം മിടുക്കരാ. ഞാൻ നോക്കി ഇപ്പോഴത്തെ പിള്ളേരൊരു മിടുക്കൻ. എല്ലാത്തിനും 100, 90 ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഒരു ഇന്റലിജൻസ്, ഈ വിസ്ഡം, ഈ സ്മാർട്ട്നെസ് ഉള്ള ഒരു തലമുറ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഈ കൊച്ചുങ്ങളൊക്കെ ജനിക്കുന്നതന്നെ കമ്പ്യൂട്ടർ കൊണ്ടാണ്. 3 വയസ്സുള്ള എൻ്റെ കൊച്ചുമക്കളെ, ഞങ്ങൾക്ക് 9 പേരുണ്ട്. എൻ്റെ മൂത്ത കൊച്ചുമോനായി എന്നെ കമ്പ്യൂട്ടറിലെ എല്ലാ അഭ്യസനവും എനിക്ക് ചെയ്തു തരുന്നത്. ഈ പ്രാവശ്യം ഗോവായിൽ പോയപ്പോൾ എന്തെല്ലാമോ പരിപാടികൾ ചെയ്താന്ന് എന്നെ ട്രാക്കിൽ കയറ്റി പുള്ളി. അതെന്തിനാ 3 വയസ്സുള്ള കൊച്ചും കമ്പ്യൂട്ടറിൽ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം. അങ്ങനെ അറിവ് വർദ്ധിച്ചൊരു കാലമാണ്. അപ്പൊ പിന്നെ എൻട്രൻസ് പോകുന്ന പിള്ളേരുടെ അറിവിനെ കുറിച്ച് പറയണ്ടല്ലോ. ആ പോകുന്ന പിള്ളേർ 75,000 കൂട്ടത്തിലാണ് മോക്ക് 793 റാങ്ക് കിട്ടിയത്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല നിശ്ചയമായിട്ടും. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ ആ കഠിനാധ്വാനം കൊണ്ടോ നമ്മളുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുന്നുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. അപ്പൊ ദൈവത്തിന്റെ വഴികളിൽ, കർത്താവിന്റെ സ്നേഹത്തിൽ, കർത്താവിന്റെ കരുണയിൽ വളർന്നു വരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കരുതുന്നത്, അവർക്ക് ഉന്നത വിജയം കൊടുക്കുന്നത്, അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മാനിച്ചുയർത്തുന്നത് ദൈവമാണ്. സർവശക്തനായ ദൈവം ഇങ്ങനെ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുകയും എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുകയും ചെയ്യും. ഈ മാന്യത പ്രേക്ഷിക്കുന്നത് ദൈവമാണ്. എന്തുകൊണ്ടാണ്? കുഞ്ഞുനാൾ തൊട്ടേ സ്വർഗത്തിലെ ദൈവത്തെ മാനിച്ച് ദൈവത്തിന്റെ വഴികൾ നടക്കുവാനുള്ള ഭാഗ്യം ദൈവം അവർക്ക് കൊടുത്തതുകൊണ്ടാണ്. പറഞ്ഞാട്ടോ. അങ്ങനെ ഞാൻ കേരള എൻട്രൻസിന്റെ തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എനിക്കൊരു വചനം തന്നു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. ഞാനത് അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, പരീക്ഷ എങ്ങനെ ആയാലും പേടിക്കണ്ട, കർത്താവ് പറഞ്ഞിട്ടുള്ളല്ലോ, പരീക്ഷ എന്തും ആയിക്കോട്ടെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ചിങ്ങമാനം ചർച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആൻറ്റിമാരുണ്ട്. അവരൊക്കെ എല്ലാ എക്സാമും കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. ദൈവം എല്ലാവരും പ്രാർത്ഥിക്കും. അങ്ങനെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് നല്ലൊരു വിജയം തന്നു. അങ്ങനെ ഇതുവരെ കർത്താവ് നടത്തി. നമുക്ക് പറയാനുണ്ട്, പ്രാർത്ഥനയുടെ ഫലമാണ്. അതെ അല്ലേ? അപ്പൊ പ്രാർത്ഥിക്കുന്ന ആരോടാ? ജീവിക്കുന്ന ദൈവത്തോട് അല്ലേ? പപ്പായും മമ്മിയും ഒക്കെ ആണെങ്കിലും മോളെ കുഞ്ഞിലെ തൊട്ടേ ദൈവകൃപയല്ലേ വളർത്തിക്കൊണ്ട് വന്നത്. അതെ അതെ അല്ലേ? മോക്ക് എന്നാ പറയാനുള്ളത്? അവര് എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറയായിരുന്നു. എന്നാ വന്നാലും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റമില്ല. കർത്താവ് പറഞ്ഞാൽ മാറ്റമില്ലെന്ന് അവര് പലപ്പോഴും ഞാൻ തളർന്നു പോകുമ്പോഴും അവരെന്നെ ബലപ്പെടുത്തുമായിരുന്നു. ഹോസ്റ്റലിൽ പോകുമ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ആയിട്ട് കുട്ടികളുമായിട്ടൊന്നും കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പപ്പായും മമ്മി രണ്ടുപേരും അവർ പറഞ്ഞു, നീ പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്, നമ്മൾ പെന്തിക്കോസ്തുകാരാ, കർത്താവ് കൂടെയുണ്ട്, ആ ഒരു ധൈര്യമുണ്ട്. അങ്ങനെ കർത്താവ് ഇതുവരെ നടത്തി. അതുപോലെ തന്നെ പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോൾ പഠിക്കാതിരുന്നാലും പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ടേ പഠിക്കത്തുള്ളൂ. അത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കർത്താവ് ഇതുവരെ നടത്തി. നിശ്ചയമായിട്ടും യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം അത് വളരെ അച്ചട്ട. നിങ്ങളെ സ്റ്റുഡൻസ് എന്നെ പലരും വിളിക്കാറുണ്ട്, സ്റ്റുഡൻസ് ആൻഡ് ഈ പരീക്ഷയാണ്, പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള, നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വചനം എടുത്തൊന്ന് വായിക്കുക. അപ്പൊ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിമണിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സ്വന്തം കഴിവും മിടുക്കും കൊണ്ടല്ല, ദൈവത്തിന്റെ കരമാണ് വഴി നടത്തുന്നതും, ദൈവമാണ് കൂടെ ഇരുന്ന് ജ്ഞാനം തരുന്നതും വിജയം തരുന്നതും.
ഇതെല്ലാം കർത്താവാണ് നമുക്കൊക്കെ ചെയ്തു തരുന്നത്. അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് കടന്ന് കർത്താവിനെ വിശ്വസിച്ചുകൂടാ. അതുപോലെ തന്നെ നമുക്കിന്ന് സേറ അടൂർ സ്വദേശിയാണ്. തൻ്റെ ഫാദറും അവരെല്ലാവരും കുവൈറ്റിലാണ്. താൻ എയർലൈൻസിൽ ജോലി ചെയ്യുന്നു. തൻ്റെ ഡാഡി താനിപ്പോൾ മെഡിക്കൽ ഇതെല്ലാം മെഡിസിനെല്ലാം കഴിഞ്ഞു. സാറ തൻ്റെ അനുഭവം ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ചൈനയിലാണ് പഠിച്ചത്. ഒരു വർഷം ഗ്രാജുവേറ്റ് ആയിട്ട് ഇപ്പം ഞാൻ കുവൈറ്റ് അൽറാഷിദ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഈ ഡോക്ടറാണോ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലും സ്റ്റഡി സ്റ്റൈൽ അനുസരിച്ച് ഞാൻ ഇത്രയും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ദൈവം എന്നെ സഹായിച്ചെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? എൻ്റെ പപ്പ മമ്മി, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഞാൻ എൽഡസ്റ്റ് വണ്ണാണ്. ബ്രദേഴ്സ് 2 പേരും എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ ചെന്നൈയിൽ. ഓക്കെ. അപ്പോൾ മോള് യേശുവിനെ അറിഞ്ഞിട്ട് എത്ര നാളായി? യേശുവിൻ്റെ പൈതലായിട്ട് ഞാൻ ജനിച്ചപ്പം തൊട്ടേ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചത്. അപ്പം 5th ഗ്രേഡിലായപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റിനെ സേവറായിട്ട് അക്സെപ്റ്റ് ചെയ്തത്. 8th ഗ്രേഡിൽ ഞാൻ ബാപ്റ്റിസം എടുത്തു. 5ാം ക്ലാസ് 10 വയസ്സേ ഉള്ളൂ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. 8th ഗ്രേഡിൽ ഞാൻ ബാപ്റ്റിസം എടുത്തു. അപ്പൊ കൊച്ചുനാൾ തൊട്ടേ കർത്താവിനെ അറിഞ്ഞ് വളർന്നു വന്ന ഒരു പൈതല. എൻ്റെ പേരൻസ് ഫസ്റ്റ് ഓഫ് ഓൾ പ്രയറിനായിരുന്നു കൂടുതലും സ്ട്രെസ് കൊടുക്കുന്നത്. അതനുസരിച്ചാണ് എന്നെ വളർത്തിയതും. സോ എനിക്കാണെങ്കിൽ എൻ്റെ ഇതിന് കഴിവില്ലെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാലും ബിക്കോസ് ഓഫ് പ്രയർ എനിക്കിത് കഴിയുമെന്ന് എനിക്ക് എവിടെയോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ പിന്നെ ഡിഗ്രേഡ് ചെയ്ത് നിരാശപ്പെടുത്തിയപ്പോഴൊക്കെ ദൈവം എന്നോട് പറയായിരുന്നു എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കുമെന്ന് ഇത് ചെയ്യുമായിരുന്നു. കൺഫർമേഷൻ തന്നു. ദൈവം എനിക്ക് വേണ്ടി വഴി ഒരുക്കി ഉണ്ടായിരുന്നു. സോ ഇത് കൂടെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് കാരണമാണ് ഞാൻ ഈ നിലയിലെത്താൻ ആയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I wanted to be a missionary doctor. അതായിരുന്നു എൻ്റെ മെയിൻ എയിം. സോ അതനുസരിച്ചാണ് ഞാൻ ഈ മെഡിസിൻ പഠിക്കാൻ തന്നെ പോയത്. അപ്പം ഡിഫറെൻറ്റ് കൾച്ചറും ഡിഫറെൻറ്റ് ആൾക്കാരെയൊക്കെ കാണുമ്പോഴൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ എനിക്ക് ഒന്ന് 5 years കഴിഞ്ഞപ്പം എനിക്ക് തോന്നി അവിടെ പോയി പഠിച്ചതെല്ലാം എനിക്ക് നല്ലതായിട്ട് തോന്നി. ഡിഫറെൻറ്റ് ആൾക്കാരുടെ അടുത്ത് മിനിസ്ട്രി വർക്ക് ചെയ്യാനും പ്ലസ് ഓരോ ടീനേജേഴ്സും യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അവസരങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ പ്രൊഫഷനെ ഒത്തിരി ആൾക്കാർ ഇതിൽ കടന്നു വരുമ്പോൾ ഫസ്റ്റ് ദേ ട്രസ്റ്റ് ഡോക്ടേഴ്സ് മോർ. ആ സമയത്ത് വി ഗെറ്റ് ലോട്ട് ഓഫ് opportunities to talk about God. So ഇതെല്ലാം എൻ്റെ കഴിവല്ല, ദൈവം എന്നെ നടത്തിയതാണെന്ന് എനിക്ക് പറയാൻ കഴിയൂ. പിന്നെ ഐ ലേൺ വൺ തിങ്, വെൻ ഒരു വഴി അടയുമ്പോൾ ദൈവത്തിന് ഒത്തിരി വഴികൾ നമുക്ക് തുറന്നു തരാൻ പറ്റും. God can open many ways for us. എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? അനുഭവം പറയാനുണ്ട്. ഞാൻ 12th കഴിഞ്ഞിട്ട് ഒരു ചാൻസ് എനിക്ക് UK പോകാൻ മെഡിസിന് കിട്ടിയായിരുന്നു. ബട്ട് അത് എങ്ങനെയോ എല്ലാം വഴികളെല്ലാം അടഞ്ഞുപോയി, ലേറ്റായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചൈന പഠിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ മെഡിസിന് പഠിക്കണം ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. ഇനി ഞാൻ എന്നെ എടുക്കും, എല്ലാം ലേറ്റ് ആയല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ദൈവം എനിക്കിങ്ങനെ വഴി തുറന്നു തന്നെ. അത് കഴിഞ്ഞ് 5 years കഴിഞ്ഞ് ഞാൻ വന്നപ്പം എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റ് മീൻസ് പാസ്സായി. പിന്നെ ഇപ്പോൾ MDക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. സോ എല്ലാം ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അല്ലേ? നമുക്ക് നല്ലതായിട്ട് തോന്നുന്നതിനേക്കാളും കർത്താവിൻ്റെ വഴി അതിനേക്കാൾ ആഘോഷകരമാണ് അല്ലേ? ഇപ്പം മോക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, ചൈനയെ പഠിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പലരുമായിട്ട് ഇടപെടാനും ഒക്കെ നമുക്കിടയായി തീർന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും അനുഭവം, പ്രേസിയുടെയും സേറായുടെയും അനുഭവം ഇതാണ്. കുഞ്ഞിലേ തൊട്ട് ദൈവ വഴികളിൽ നടന്നു. മോളും കൊച്ചിലെ രക്ഷിക്കപ്പെട്ടതല്ലേ? എത്ര വയസ്സായിരുന്നു? ഞാൻ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന രക്ഷിക്കപ്പെട്ടത്. 8th ബാപ്റ്റിസം. അപ്പൊ രണ്ടുപേരും 8th തന്നെ ബാപ്റ്റിസം എടുത്തു അല്ലേ? അപ്പൊ ഈ ലോകത്തിന്റെ കറകളോ മാലിന്യങ്ങളോ ഒന്നും ഏശാതെ ദൈവകൃപയിൽ ജനിച്ച് വളർത്തപ്പെടുവാനും അങ്ങനെ കർത്താവ് ഇത്രത്തോളം ഈ മനുഷ്യരുടെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും നിങ്ങളെ മാന്യരായി മറ്റുള്ളവരിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിൽ അല്ലേ? ബൈബിൾ നമ്മൾ വായിക്കുന്നു, ശത്രുക്കളുടെ മുമ്പായി ഞാൻ നിനക്ക് മേശ ഒരുക്കും, നിന്റെ തലയെ ആനന്ദം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അപ്പം ആ അവസ്ഥയിൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുന്നു.
തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം നടത്തുന്നു എന്നുള്ളതിനൊരു എക്സലൻറ്റ് എക്സാമ്പിൾസാണ് നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മുടെ സ്വയ അധ്വാനത്തിൽ, നമ്മുടെ സ്വയ പരിശ്രമത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, നിൻ്റെ ഭാരം എൻ്റെ മേലിട്ട് കൊടുക്കുക, നിനക്ക് അസാധ്യമായത് നീ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ നിനക്ക് ചെയ്തു തരാം, നിൻ്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, അവന് നിവർത്തിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചാത്ത അവരുടെ കാര്യങ്ങൾ കർത്താവിലേക്ക് ഇട്ടുകൊടുക്കുവാൻ, കർത്താവിനെ പരമേൽപ്പിക്കാൻ ഉള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് കർത്താവ് ആരെയെങ്കിലും തള്ളിക്കളയുന്ന ദൈവമാണോ? അവൻ്റെ അടുത്ത് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ അടുത്ത് ഒരു മാതാവിൻ്റെ അടുത്ത് ഓടി അണയുന്ന പോലെ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഓടി അണയാൻ പറ്റുമോ? അവൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ എന്താ ദൈവം അറിയുന്നില്ലേ, ദൈവം അങ്ങ് ദൂരെയാണോ, എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങളുടെ സമീപേമുണ്ട്, അവൻ ദൂരെയല്ല, അവൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. പൈതലേ, നീ എങ്കിലേക്ക് വാ. നിങ്ങൾക്കറിയത്തില്ലായിരിക്കും എങ്ങനെയാണ് കർത്താവിലേക്ക് പോകുന്നതെന്ന്. ദാറ്റ്സ് സോ സിമ്പിൾ ബട്ട് സോ പവർഫുൾ. നിങ്ങൾ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ മതി. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, കർത്താവേ നീ എൻ്റെ അവസ്ഥ കാണണമേ, നീ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾക്കൊന്ന് ഹൃദയത്തിൽ നിന്ന് നിലവിളിക്കാൻ കഴിയുമോ? നിശ്ചയമായും സ്നേഹത്തിൻ്റെ കരവുമായി വന്ന് നിങ്ങളെ ആശ്ലേഷിച്ച്, പൈതലേ നീ ഭാരപ്പെടണ്ട, നീ പകച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും നിങ്ങളെ പടിപ്പടിയായി ഉയർത്തുകയും ശത്രുക്ക് മുമ്പായി മേശ ഒരുക്കുകയും ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഏതവസ്ഥയിൽ കർത്താവ് കൊണ്ടുവന്നോ അതുപോലെ നിങ്ങളെ നടത്തുകയും ചെയ്യാൻ കഴിവുള്ള ഒരു കർത്താവാണ്. എന്തുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൂടാ? നിങ്ങൾ കേൾക്കുന്ന സ്റ്റുഡൻസാണോ? ഹൃദയത്തിൽ വേദനയിൽ നിങ്ങൾ കടന്നു പോവുകയാണോ? ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് സ്റ്റുഡൻസ് അനുഭവിക്കുന്ന വേദനകൾ, ഈ സ്റ്റുഡൻറ്റ് ലൈഫിൽ ഈ കമ്പ്യൂട്ടറിനകത്തും ആ ചാറ്റും ഇതെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്തൊരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വന്നു. തന്നെയല്ല വന്നത്, 2 കുട്ടികളുമായിട്ടാണ് വന്നത്. അവളുടെ ജീവിതത്തിൽ അവൾ വഴി തെറ്റിപ്പോയതിൻ്റെ റിസൾട്ടായിരുന്നു ആ കുട്ടികൾ. ആ കുട്ടി എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, അവൾ BSc പഠിച്ചു കൊടുക്കുമ്പോൾ നല്ല എക്സൽ ചെയ്യുന്ന മാർക്കായിരുന്നു അവൾക്ക്. തൻ്റെ ഡാഡി എനിക്കൊരു കമ്പ്യൂട്ടർ മേടിച്ചു കൊടുത്തു. തൻ്റെ മുറിക്കകത്തായി എന്താ ചെയ്യുന്ന അപ്പനും അമ്മയും അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മുടെ മക്കൾ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യുന്നതെന്ന്. ദയവ് ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഈ വെള്ളം തലയ്ക്ക് മീതെ പോയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കൊച്ച് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി, വലിയ സ്നേഹത്തിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോയൊക്കെ കണ്ട് ചുരുക്കി പറഞ്ഞാൽ ചില മാസങ്ങൾ മുമ്പോട്ട് അവൻ വിളിച്ചു പറഞ്ഞു, അവൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു, വിളിച്ചു പറഞ്ഞു എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുകയാണ്, അതുകൊണ്ട് വേറെ ഒരു രക്ഷയില്ല, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇത്രയും നാൾ ഒറ്റ മോളേ ഉള്ളൂ. ഇത്രയും നാളും കഷ്ടപ്പെട്ട് ആറ്റുനോറ്റ് പഠിപ്പിച്ച് വന്ന മാതാപിതാക്കളെ എല്ലാം മറന്ന് ഒന്നും നോക്കാതെ ഉള്ള ട്രെയിൻ കയറിപ്പോയി. ആയുസിൽ കണ്ടിട്ടില്ലാത്ത ആളുടെ പുറകെ അവിടെ പോയപ്പോൾ ട്രെയിൻ വിട്ടു. വെളുപ്പിനെ 4 മണിക്ക് അവിടുന്ന് 2 ദിവസം ട്രെയിനിൽ കയറി പോയിരിക്കുക. ട്രെയിൻ വിട്ടപ്പോൾ ഒരു വ്യക്തി വന്ന് എൻ്റെ കയ്യെ പിടിക്കുന്നു. കണ്ടപ്പോൾ തനിക്ക് ഒരു പരിചയമില്ലാത്തതാണ്. എന്താ ഫോട്ടോ അയച്ചു കൊടുത്തേ വേറെ സുന്ദരനായ ഒരുത്തൻ്റെ ഫോട്ടോയാണ്. ഇത് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ചില മണിക്കൂറുകൾ കഴിഞ്ഞില്ല, ഷി വാസ് റേപ്ഡ്. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ അവൾ അവിടെ അനുഭവിച്ച ദുരിതങ്ങൾ. അവന് ഭാര്യയുണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് ഇവളെ ഒരു വീട്ടിൽ ഒരു മുറിക്കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. ഭാര്യയും മക്കളും വേറെ സ്ഥലത്ത്. ഈ വിഷയം അറിഞ്ഞായിരിക്കാം 6 മാസം കഴിയുമ്പോൾ ആ ഭാര്യ ആത്മഹത്യ ചെയ്തു. പിന്നെ ഇവൻ ചെയ്യുന്ന പരിപാടി രാത്രിയാകുമ്പോൾ ഒരു പൊതു ശ്മശാനത്തിലാണ്. അവിടെ കൊണ്ടുപോകും ഈ പെങ്കൊച്ചിനെ. ഇവള് അപ്പോഴത്തേക്കും നിറഗർഭിണിയായി. ഈ നിറഗർഭിണിയെയും കൊണ്ട് അവിടെ പോയി ഇരുന്ന് കരച്ചിലാണ്. ആ മറ്റേ ഭാര്യയുടെ പേര് പറഞ്ഞ്, അയ്യോ എന്നോട് ക്ഷമിക്കണേ, ഞാൻ നിന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഒരു 6 മണിയാകുമ്പോൾ തുടങ്ങുന്ന കരച്ചിൽ 11 മണി വരെയാണ്. ആ ശ്മശാനത്തിൻ്റെ ഏതിൻ്റെയും പുറത്തേക്ക് കിടന്ന് ആ 2 പിള്ളേരും ഉറങ്ങും. അതിൻ്റെ പുറത്ത് ഈ നിറഗർഭിണിയും കിടന്ന് ഉറങ്ങും. ഇത്രയൊക്കെ ഞാൻ പറയുന്നു. ആ പെൺകൊച്ചിൻ്റെ പിന്നെ അവസാനം വേറെ അത് കഴിഞ്ഞ് ആ പ്രസവം കഴിഞ്ഞോണ്ട് പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോകത്തില്ല, നാട്ടുകാർ കൂടി കൊണ്ടുപോയി. അവളെ ഇനി അനുഭവിക്കാൻ ദുരിതങ്ങളൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പെൺകുട്ടികളാണ്, എന്നെ കേൾക്കുന്ന സ്റ്റുഡൻസ്.
നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ചിന്തിക്കേ. നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇവിടുന്ന് ചാറ്റ് ചെയ്യാനും ഇതല്ലേ ഇന്ന് നടക്കുന്നത്. നിങ്ങൾ ഈ വെളുത്തതെല്ലാം പാലല്ല. നിങ്ങളുടെ ജീവിതങ്ങളെ ചതിച്ച് കളയാൻ, നിങ്ങളെ തകർത്ത് കളയാൻ നിങ്ങൾ വഴി കൊടുക്കരുത്. ഈ കുട്ടികളെ ഒക്കെ പഠിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കെസിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അവളിന്ന് മെഡിസിൻ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവ വഴികൾ നടക്കുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഈ എന്തെല്ലാമാണ് വന്നിരിക്കുന്നത് ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ, ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ഇതിൻ്റെയൊക്കെ പുറകെ പോയി നിങ്ങളുടെ ജീവിതം തകർന്നു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. മാതാപിതാക്കൾ ദയവായിട്ട് നിങ്ങൾ അവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, ചോറും കൊടുക്കണം, ചൊല്ലും കൊടുക്കണമെന്നാണ് ഒരു പഴഞ്ചൊല്ലുള്ളത്. നിശ്ചയമായും അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ, അവരെന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവരെ അതിലൊക്കെ ഉപരിയായി ദൈവ വഴിയിൽ നടത്താൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വിടുവിപ്പാനും കുഞ്ഞുങ്ങളെ വഴി നടത്താനും കഴിവുള്ള ഒരു യേശുവിനെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഹീസ് ദ വൺ ഹൂ ഈസ് ലീഡിങ് ദീസ് ഗേൾസ്, അല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്നവൻ കർത്താവാണ്. അവരുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു, അവർക്ക് ആശ്വാസം കൊടുക്കുന്നു, അവർക്ക് ധൈര്യം കൊടുക്കുന്നു, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. വഴി ഇതാണ്, ഇതിനെ നടക്കാന്നുള്ള ശബ്ദം കേൾപ്പിച്ച് നടത്തുവാൻ കഴിവുള്ള കർത്താവായ യേശുവാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് യേശുവിലേക്ക് കടന്നു വന്നുകൊണ്ടാണ്? എന്തെന്നാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ്, നിങ്ങളെ തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഏത് വേദനയുടെ നടുവിലും കടന്നു വന്ന് നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അനേകർ എന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ നിങ്ങൾക്ക് ഒരു പരിഹാരമേ ഉള്ളൂ. ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. ഞാനൊരു മതത്തിൻ്റെ നേതാവിനെ അല്ല നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന, നമ്മളെ വിടിവിപ്പാൻ കഴിവുള്ള, നമുക്ക് സമാധാനം നൽകി തരുവാൻ കഴിവുള്ള, നമ്മുടെ പാപത്തിന് പരിഹാരം നൽകി തരുവാൻ കഴിവുള്ള യേശുവിനെ